നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്നും പുക, പിന്നാലെ കത്തിയമർന്നു. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ദേശീയപാതയിൽ പുതിയ സ്റ്റാൻഡിന് സമീപം രാവിലെ 7 മണിയോടെയാണ് സംഭവം. അടയ്ക്കാത്തൊരു സ്വദേശി കൃഷ്ണമണിയുടെ മാരുതി 800-നാണ് തീപിടിച്ചത്. രാവിലെ ഇന്ധനം നിറച്ച ശേഷം വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. കാറിൽ നിന്ന് പുകയുയരുന്നത് കണ്ട് കാൽനട യാത്രക്കാരനാണ് വാഹനം നിർത്തിച്ചത്. തുടർന്ന് ഡ്രൈവർ കാറിൽ നിന്നും ഇറങ്ങി സ്ഥലത്തു നിന്നും മാറുകയായിരുന്നു. ഡ്രൈവർ ഇറങ്ങിയതിന് പിന്നാലെ കാറിൽ തീ ആളിപ്പടർന്നു. തുടർന്ന് വടകര അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിൽ കാർ പൂർണ്ണമായും കത്തിയമർന്നു. യുവതിയോട് അശ്ലീലം പറഞ്ഞു, അപമര്യാദയായി പെരുമാറി. CPM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസ്. യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇടുക്കി പോത്തിൻകണ്ടം CPM ബ്രാഞ്ച് സെക്രട്ടറി ബിജു ബാബുവിനെതിരെ വണ്ടൻമേട് പോലീസാണ് കേസെടുത്തത്. പലതവണ വാഹനത്തിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതായും ഭീഷണിപ്പെടുത്തിയതായും അശ്ലീല വാക്കുകൾ പറഞ്ഞതായും പരാതിയുണ്ട്. അതേസമയം യുവതിയെ ശല്യം ചെയ്ത ബിജു ബാബുവിനെതിരെ നേതൃത്വവും നടപടിയെടുത്തു. ഇടുക്കി പോത്തിൻകണ്ടം ബ്രാഞ്ച് സെക്രട്ടറി ബിജു ബാബുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തു നിന്നും പുറത്താക്കിയെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് അറിയിച്ചു. വയനാട് ഓട്ടോ ഡ്രൈവറുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. പിന്നിൽ സഹോദരങ്ങൾ. വയനാട് ചൂണ്ടയിൽ വാഹനാപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവം കൊലപാതകമെന്ന് റിപ്പോർട്ട്. സഹോദരങ്ങളാണ് കൊലപാതകത്തിന് പിന്നിൽ. ചൂണ്ടയിൽ കാപ്പംകുന്ന് സ്വദേശി നവാസാണ് മരിച്ചത്. താർ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് തിങ്കളാഴ്ചയായിരുന്നു ഓട്ടോ ഡ്രൈവർ നവാസ് മരിച്ചത്. സംഭവത്തിൽ പുത്തൂർ വയൽ കോഴിക്കാട്ടിൽ സുമിൽഷാദ്, അജിൻഷാദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരു കൂട്ടരും തമ്മിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി. അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ കവാടത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരെ വെടിവെപ്പുണ്ടായത്. 2 തവണയാണ് സുഖ്ബീർ സിംഗ് ബാലിദിന് നേരെ വെടിവെപ്പുണ്ടായത്. സിഖ് വിഘടനവാദ സംഘടനയായ ഖബ്ബർ ഖൽസ ഇന്റർനാഷണലിലെ പ്രവർത്തകർ നരേൻ സിംഗ് ചൗരയാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണം നടത്തിയത്. അംഗരക്ഷകരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് സുഖ്ബീർ സിംഗ് ബാദൽ രക്ഷപ്പെട്ടത്. അക്രമിയെ കീഴടക്കി. വെടിവെപ്പുണ്ടായെങ്കിലും സുഖ്ബീർ സിംഗ് സുരക്ഷിതനാണെന്ന് പോലീസ് അറിയിച്ചു. ആലപ്പുഴയിൽ വീണ്ടും അപകടം. KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചു. ആലപ്പുഴ കായംകുളത്ത് KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം. സ്വകാര്യ ബസ് KSRTC ബസ്സിന് പിന്നിലിടിച്ചാണ് അപകടമുണ്ടായത്. യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കായംകുളം KP റോഡിൽ മൂന്നാംകുട്ടി ജംഗ്ഷനിൽ വെച്ചാണ് അപകടമുണ്ടായത്. കായംകുളത്തു നിന്നും അടൂരിലേക്ക് പോയ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്.